വെൽക്കം ബാക്ക് അക്സാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ iOS ലോക്ക് സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു പാർട്ട് 1 ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ ഐഫോണിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അടുത്ത വീഡിയോയിൽ ഞാൻ iOSൻ്റെ ലോക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നേരെ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് ഈ ഒരു iOS ലോഞ്ചറാണ്. iOS ലോഞ്ചറും കാര്യങ്ങളൊക്കെ ഓപ്പണായി വരുമ്പോൾ നമ്മൾ താഴെ കിടക്കുന്ന ഈ കമാൻഡുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള 3 കമാൻഡുകൾ ഈ 3 കമാൻഡാണ്: ലോക്ക് സ്ക്രീൻ, കൺട്രോൾ സെൻറ്റർ, അസിസ്റ്റീവ് ടച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലോക്ക് സ്ക്രീൻ്റെ കമാൻഡാണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കമാൻഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിന് പാസ്വേഡ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഏറ്റവും അവസാനം കിടക്കുന്ന ഡിസബിൾ സിസ്റ്റം ലോക്ക് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നോൺ സെലക്ട് ചെയ്യാം. നോൺ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇവിടെ റീസെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഇത് നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് സ്ക്രീൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരില്ലേ? നോട്ടിഫിക്കേഷൻസ് വരുന്നവർക്ക് നിങ്ങൾക്ക് ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടുക. കാണണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം എനേബിൾ ചെയ്തിടുക. ഓക്കെ. അതിന് ശേഷം വരുന്ന വാൾപേപ്പർ. ഈ വാൾപേപ്പർ ഓപ്പൺ ചെയ്ത് കാണുമ്പം നിങ്ങൾക്ക് കുറച്ച് വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇത് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ഒരു പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിളില്ലേ, ആ സിമ്പിളിലേക്ക് നമുക്ക് കയറാം. അവിടെ നമുക്ക് റീസെൻ്റായിട്ട് കുറച്ച് പിക്ചേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സ് ആയിരിക്കണം ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സാണ്. ഈ ഒരു പിക്ചേഴ്സ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ സൈഡിൽ ഒരു 3 വര കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു നീല കളറിൽ പിക്ചേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കമാൻഡുകൾ കിട്ടും. ക്യാമറ, സ്ക്രീൻഷോട്ട്സ്, വാട്സപ്പ് ഇമേജ്, സ്ക്രീൻഷോട്ട്, പിക്ചേഴ്സ്, ബസീഡ്. ഈ ഒരു കിടക്കുന്ന ഈ 2 സാധനം നിങ്ങൾ മൈൻഡ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ സെലക്ട് ചെയ്ത് അതെടുക്കാം. വാട്സപ്പിൽ നിങ്ങൾക്ക് ആരെങ്കിലും സെൻഡ് ചെയ്ത പിക്ചർ നിങ്ങൾക്ക് വാൾപേപ്പർ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ആ പിക്ചർ ചെയ്യാം. സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനേബിൾ ചെയ്യാം. ഇപ്പം ഞാൻ എടുക്കുന്ന പിക്ചേഴ്സാണ്. പിക്ചേഴ്സ് ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന വാൾപേപ്പർ ഈ അവസാനം കിടക്കുന്ന ഈ ഒരു വാൾപേപ്പറാണ്. അതിൻ്റെ അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലോക്ക് സ്ക്രീൻ പ്രിവ്യൂ എന്നും പറഞ്ഞ് നമുക്കൊരു ആ ഒരു ഇമേജ് തരും. നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഓക്കെ ആണ്. ഓക്കെ ഞെക്കുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് ലോഡായിട്ട് ഈ ഒരു സാധനം അത് എനേബിളായി വരുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ ഒരു ഏറ്റവും മുകളിൽ കിടക്കുന്ന ഈ ഒരു എനേബിൾ ഓഫ് ബട്ടൺ അതങ്ങ് ടേൺ ഓൺ ചെയ്യുക. അത് ടേൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ പാസ്കോഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂസ് പാസ്കോഡ് എന്നുള്ളത് എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് 2 പ്രാവശ്യം അടിച്ച് അതല്ല നിങ്ങൾക്ക് പാസ്കോഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് പാസ്കോഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പഴയ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമുള്ള പുതിയ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അത് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്പിൽ ചെയ്യാനുള്ളത്. അതിനുശേഷം ഞാനിപ്പം ബാക്ക് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഈ ഒരു മൊബൈൽ ഇപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത്. സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഇടയ്ക്ക് മൊബൈൽ ഓഫ് ചെയ്താൽ എന്തായാലും ഈ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ അത് ഓഫായി പോകുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് ഒരു ആപ്പ് വഴി ലോക്ക് സ്ക്രീൻ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ നേരെ ആപ്പ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ അവിടേക്ക് കയറാം. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന അവിടേക്ക് കയറുമ്പോഴേക്കും iOS ലോഞ്ചർ വരും. അത് നമുക്ക് കളയാം. ഓക്കെ. അത് കളയുമ്പോഴേക്കും
നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വരുന്നതാണിത്. പിന്നെ നമുക്ക് നിങ്ങൾ ആ ആപ്പ് കയറ്റിയിരിക്കുന്ന മിക്കവാറും കയറ്റുമ്പോൾ ഈ സെറ്റിങ്സ് ഈ ഒരു ഭാഗത്ത് iOS ലോഞ്ചർ കാണുന്നതിൻ്റെ നെക്സ്റ്റ് സ്ക്രീനിലായിരിക്കും നിങ്ങളുടെ ലോക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആ ആപ്പ് വരാൻ പോകുന്നത്. എൻ്റെ ഇപ്പോൾ ഈ ഒരു ലൈബ്രറിയിൽ അതറിലാണ് കിടക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് ഇനി നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ബാക്ക് അടിക്കുക. ബാക്ക് ആയതിനു ശേഷം നമുക്ക് ആ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ ലോക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പാസ്കോഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഈ ക്യാമറ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പാസ്കോഡ് അടിച്ച് ആ മൊബൈൽ ഫുള്ളി ഓപ്പൺ ചെയ്യണം. അതിന് ശേഷം മാത്രമേ നിങ്ങൾക്കത് ക്യാമറയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റൂ. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇത്രയും നാളായിട്ട് വീഡിയോ ഇടാതിരുന്നത് നമ്മുടെ സ്കൂളിലും കാര്യങ്ങളൊക്കെ എക്സാം നടക്കുകയായിരുന്നുകൊണ്ട് ഇച്ചിരി പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കൊണ്ടുവരാൻ പോകുന്നത് കൺട്രോൾ സെൻറ്ററിൻ്റെ വീഡിയോ ആയിരിക്കും. അതും വേഗം തന്നെ വരുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.